ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ലാമീസ് ബൂട്ടിക്. അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റിച്ചിങ് ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. ഇന്നൊരു കേക്ക് റെസിപ്പിയാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഡേ കൂടിയാണ്, കാരണം എൻ്റെ രണ്ടാമത്തെ മോളെ ബർത്ത്ഡേ ആണ്. കുറേ ദിവസമായി മക്കൾ പറയണ കേക്ക് വേണം എന്നൊക്കെ. പക്ഷെ ഒരുപാട് തിരക്കും സ്റ്റിച്ചിങ് കാര്യം തിരക്കൊക്കെ ആയതിന് പിന്നിൽ അതിനൊന്നും സമയം കണ്ടെത്താനായില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ കേക്ക് റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ ഈസി ആയിട്ട് എൻ്റെ വീട്ടിൽ തന്നെയുള്ള ചെറിയ ഐറ്റംസൊക്കെ വെച്ചിട്ട് ചെറിയ ഡെക്കറേഷൻ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു കേക്ക് നിർമ്മിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റുകളൊക്കെ അറിയിക്കണം. അപ്പോൾ ഞാൻ ചെറിയൊരു ഒരു കേജിൻ്റെ കേക്ക് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിന് 1 കപ്പ് മൈദയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളെ മെഷറിംഗ് കപ്പൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊരു ഗ്ലാസ് വെച്ചിട്ട് ആ ഗ്ലാസ്സിലെടുത്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണും ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരുമിച്ച് എടുത്തിട്ടൊന്ന് ഒരു തരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി പഞ്ചസാര ഞാൻ എടുക്കുന്നത് 3/4 കപ്പാണ്. അത് നമുക്ക് മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതിലിട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം, അങ്ങനെ പൊടിച്ചെടുക്കാം. ഞാൻ നേരിട്ട് ആദ്യം പൊടിച്ചെടുക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മുട്ടയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ബീറ്റ് ചെയ്യാം. എൻ്റെ ബീറ്റർ ഞാൻ ഓൺലൈനിൽ മീഷോന്ന് വാങ്ങിയതാണ്. ഒരു 2 വർഷത്തോളം ഉപയോഗിക്കുന്നു, ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുകൊണ്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു 2-3 മിനിറ്റോളം ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്താണ് 1 ടീസ്പൂൺ വാനില എസൻസ് നമ്മളെടുത്ത 3/4 കപ്പ് പഞ്ചസാരയും കൂടി ഇതിൽ ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിനുശേഷം ഞാനിതൊരു വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ നമുക്ക് ഇളക്കാനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. ചെറിയ പാത്രം ആയതുകൊണ്ട് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമ്മുടെ മൈദ നമ്മൾ നേരത്തെ അരിപ്പയിലൊക്കെ അരിച്ച് വെച്ച മൈദ ഉണ്ടല്ലോ, കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങോട്ട് ബീറ്ററോട് ഒരിക്കലും ചെയ്യരുത് മിക്സിങ്. അപ്പോൾ നമ്മുടെ ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാനൊരു കാര്യം, ഞാൻ ഇതിൽ ഓയിൽ തീരെ യൂസ് ആവണില്ല, ഓയിൽ ഉപയോഗിക്കാറില്ല. നമ്മുടെ മിക്സറിന് നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഓവൻ സെറ്റപ്പ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. തീ പറ്റ കുറച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് നോക്കാം. പാനിൻ്റെ അടപ്പിന് ഞാൻ ഇതിൻ്റെ ഹോള് ഒരു തുണി ഉപയോഗിച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ എൻ്റെ ബീറ്റ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീമൊക്കെ ഫ്രീസറിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഞാൻ 1/2 kg വിപ്പിംഗ് ക്രീമാണ്. ഇതൊരു 1 kg പാക്കറ്റാണ്. ഞാൻ ഇതിൽ 1/2 kg നേരത്തെ വേറൊരു കേക്കിന് വേണ്ടി ഉപയോഗിച്ചതാണ്. ബാക്കിയുള്ളതാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കേക്കൊക്കെ നല്ല വാനില സ്മെല്ലൊക്കെ വരുന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. നമുക്കൊരു കോല് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഞാൻ നോക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ അതിൽ ഒട്ടും തന്നെ പറ്റി പിടിക്കുന്നില്ല. അപ്പോൾ അത് നമുക്ക് കേക്ക് നല്ലതായിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പക്ഷെ നിങ്ങൾ അവിടുന്ന് ഗ്യാസിൽ നിന്ന് മാറ്റി കൊടുക്കരുത്. ഒരു 10 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അടച്ചിട്ട് അവിടെ 10 മിനിറ്റ് റെസ്റ്റിന് വെച്ച് കൊടുക്കുക. ഓക്കെ, ഈ സമയത്ത് നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ, എന്നിട്ട് വേണം ബീറ്റ് ചെയ്യാനും. അപ്പോൾ ഓക്കെ, അതിൻ്റെ ഇടയിൽ ഞാൻ ഷുഗർ സിറപ്പ് കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു കപ്പോളം പഞ്ചസാര എടുത്തിട്ട് 1/2 കപ്പ് വെള്ളത്തിലാണ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കഴിഞ്ഞിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയമായപ്പോൾ നമ്മളെ കേക്കൊക്കെ നല്ല ഉഷാറായി ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇതിൽ തന്നെ നോൺ സ്റ്റിക്ക് ആയത് തന്നെ ഒട്ടും തന്നെ അടിയിൽ പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അടിയിൽ ജസ്റ്റ് നോൺ സ്റ്റിക്ക് പാനിൻ്റെ അടിയിൽ ഒരു ലേശം ഓയിൽ മാത്രം തേച്ച് കൊടുത്തിട്ടുള്ളൂ ഞാൻ ചെയ്തത്. ഒക്കെ നമ്മൾ മാറ്റിയെടുത്തു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, വളരെ സോഫ്റ്റാണ്, വളരെ സ്പോഞ്ചായിട്ട് നല്ല രീതിയിൽ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്, ഓയിലൊന്നും യൂസ് ആക്കാതെ തന്നെ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ക്രീമൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കി നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങാം. അപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു സെറ്റാണ്, കോംബോ സെറ്റാണ്. 500 സംതിങ് എന്തോന്നു വില. അന്നേരം വാങ്ങിയ സമയത്ത് ഏകദേശം 1 വർഷമായി തുടങ്ങിയിട്ട് ഈ സെറ്റിൽ നമുക്ക് ഡെക്കറേറ്റിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ട്. ടേൺ ടേബിൾ അടക്കം, പൈപ്പിംഗ് ബാഗ്, നൈഫുകൾ, പല ഐറ്റം നൈഫുകൾ, ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ കുട്ടികളെ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് വെറുതെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാൻ, എപ്പോഴെങ്കിലും നമ്മൾ വെറുതെ കളയുന്ന പൈസയൊക്കെ എടുത്തിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയും പോയി
ഒരു നൈഫ് എടുത്തിട്ട് നമുക്കിത് രണ്ട് ലെയറാക്കി കൊടുക്കാം കേട്ടോ ഞാൻ. അപ്പോൾ ഓക്കെ, അതിനുശേഷം നമുക്ക് ക്രീമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം. ഏകദേശം 2 മിനിറ്റോളം ഞാൻ ബീറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം സ്ലോവിൽ കൊടുത്ത് പിന്നെ സ്പീഡ് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 മിനിറ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ക്രീമൊക്കെ നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കേക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്കെടുത്ത് ആദ്യം നമ്മളെ ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. പിന്നീട് നമുക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് ക്രീം അപ്ലൈ ചെയ്യാം. ഞാൻ നൈഫ് കൊണ്ടാണ് ക്രീം വെച്ച് കൊടുക്കുന്നത്. ഈ സമയത്ത് ഞാൻ പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് ക്രീം അപ്ലൈ ചെയ്യാറില്ല. എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ലെയറും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ മൊത്തമായിട്ട് ഞങ്ങൾ സൈഡ് വശങ്ങളും എല്ലാം ഒരുമിച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. സൈഡ് വശം ഞാൻ പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചിട്ടാണ് അധികം ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. ഒരു നൈഫ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്ലൈസറൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് അരികുവശങ്ങളെല്ലാം ക്ലീൻ ആക്കി എടുക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാം ഒന്ന് ഇനിയൊരു ചെറിയ ഡെക്കറേഷൻ കൂടി നമുക്ക് ബാക്കിയുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു പച്ച കളർ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു ചെറിയ ഡിസൈന് ചെയ്യാം. സ്റ്റാർ നോസിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിവശത്തൂടെ ഇതുപോലെ ചെറിയ പൂക്കളായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഹാപ്പി ബർത്ത്ഡേയും കൂടി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.